എല്ലാ ഉരുളി ഉരുട്ടി അണ്ണാക്കിലോട്ട് തരുന്ന സ്ത്രീകളുടെ പുരുഷന്മാർ കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? അതാണ് നിങ്ങൾ ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ജനസംഖ്യ സ്ത്രീകൾ ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ്. പക്ഷെ അതിനനുസരിച്ച് സ്ത്രീകൾ പാർലമെന്റിലേക്ക് വരുന്നില്ല. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും ലീഡർഷിപ്പ് പുരുഷ കേന്ദ്രീകൃതമാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം വലുത്. കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് വരണം എന്തുണ്ടെങ്കിൽ അവർക്ക് സംവരണം വേണം. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ഏത് സ്ത്രീകളാണ് ഈ അർദ്ധരാത്രി പോയി പോസ്റ്റർ ഒട്ടിക്കാനും അടി കൊള്ളാനും സമരം കൊള്ളാനും വാട്ടർ കണ്ടും പോകുന്നത്? എവിടെ? അതല്ല ഏത് സ്ത്രീകളാണ് ഈ അർദ്ധരാത്രി പോയി പോസ്റ്റർ ഒട്ടിക്കാനും അടി കൊള്ളാനും സമരം കൊള്ളാനും? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എല്ലാ ഉരുളി ഉരുട്ടി അണ്ണാക്കിലോട്ട് തരുന്ന സ്ത്രീകളുടെ പുരുഷന്മാർ കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എല്ലാ ഉരുളി ഉരുട്ടി അണ്ണാക്കിലോട്ട് തരുന്ന സ്ത്രീകളുടെ പുരുഷന്മാർ കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? അതാണ് നിങ്ങൾ മതി നിർത്ത് നിന്റെ ഷോ. ബാക്കി നാളെ പറയാം. നമ്മൾ പറഞ്ഞു പിടിച്ചില്ലേ? ഇൻഡയറക്ട്ലി പോളിഷ്ഡ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ പറയുന്നത് എക്സാക്ട്ലി ഞങ്ങളുടെ അണ്ണാക്കിലോട്ട് തരുന്ന ഞങ്ങള് നിനക്ക് പ്രാന്താണ് വേടാ പന്നി. ഉരുട്ടൊന്നും വേണ്ട. സ്ത്രീകളെ കാലുകൊണ്ട് തട്ടാതിരുന്നാ കേരളത്തില് ഇലക്ഷന് നിൽക്കാൻ പ്രായപരിധി കഴിഞ്ഞ എല്ലാവർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഉണ്ടോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞു? ഇലക്ഷന് നിൽക്കാൻ പ്രായപരിധി കഴിഞ്ഞ എല്ലാവർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഉണ്ടോ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ വേണം? നിങ്ങൾക്ക് പകലൊട്ടിച്ചൂടാ? നീയാണല്ലോ കോടതി. നിങ്ങൾ എന്തിനാ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ വേണം? നിങ്ങൾക്ക് പകലൊട്ടിച്ചൂടാ? രാവിലെ പണിക്ക് പോകണം. ഞാൻ പറയുന്നത് അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഞാൻ പറഞ്ഞു പകല് പോണം, അതുകൊണ്ട് രാത്രി പോയി ഒട്ടിക്കുന്നത്. അല്ല ഇനി പകലായിക്കോട്ടെ, പകലും പോസ്റ്റർ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്. രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം ശ്രമിച്ചു. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ആഞ്ജനേയ സ്വാമി. ഞാൻ പറയാത്ത കാര്യം എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാർ. ഞങ്ങൾക്ക് രാത്രി ചെയ്യുന്ന കാര്യങ്ങള് സ്ത്രീകൾക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല. ഉദ്ദേശിക്കാത്ത കാര്യം ഉരുട്ടി മറിക്കും. നീ വാ പൊളിക്കരുത് പ്ലീസ്. കഷ്ടം.